ദുബായിയുടെ തിരക്കിൽ നിന്നൊക്കെ മാറി ഒരു ശാന്തമായ കനാലും നോക്കത്താ ദൂരത്തുള്ള മലഞ്ചെരുവുകളൊക്കെ കാണാനും ആസ്വദിക്കാനും പറ്റിയ ഒരു സ്ഥലം. ദുബായിൽ നിന്ന് ഏകദേശം 90 മിനിറ്റ് സമയം കൊണ്ട് ഇവിടെ എത്തിച്ചേരാം. ഇവിടെ എത്തിയാൽ ആസ്വദിക്കാൻ പറ്റിയ പല ആക്ടിവിറ്റീസുകളും ഉണ്ട്. അതിലൊന്ന് കയാക്കിംഗ്, പെഡൽ ബോട്ട്, സിംഗിൾ ബോട്ട്. കയാക്കിംഗ് സിംഗിൾ റൈഡ് 60 ദിർഹംസാണ് ചാർജ് ചെയ്യുന്നത്. 2 പേരാണെങ്കിൽ 120 ദിർഹംസ്. വേറെ ഒരുപാട് പ്രൈവറ്റ് ബോട്ടുകളും നമുക്കിവിടെ കാണാം. ഫാമിലിയായി ഒരുമിച്ച് യാത്ര ചെയ്യാനും സാധിക്കും. 1990കളിലാണ് ഈ കാണുന്ന ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് അന്നത്തെ പ്രധാനപ്പെട്ട തൊഴിൽ ഈന്തപ്പന കൃഷിയായിരുന്നു. ഇതൊരു നാച്ചുറൽ ഡാം അല്ലെങ്കിലും വളരെ മനോഹരമായ കൃത്രിമമായ ഒരു ഡാം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 300 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ പല പല ആക്ടിവിറ്റീസുകളുമാണ്. അതിൽ കയാക്കിങ്ങും ഹൈക്കിങ്ങും അതുപോലത്തെ ഒരുപാട് വ്യത്യസ്തങ്ങളായ കാഴ്ചകളും ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡാമിലോട്ട് വരാൻ വേണ്ടിയുള്ള ഫ്രീ ഷട്ടിൽ ബസ്സാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ മനോഹരമായ ഹെറിറ്റേജ് വില്ലേജിലേക്ക് പോകാം. പഴയ കാലത്തുള്ള ഗ്രാമവാസികൾ ഉപയോഗിച്ചിരുന്ന ഓരോ രീതികളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. കൂടുതലും ഈന്തപ്പന തടികൾ കൊണ്ടുണ്ടാക്കിയ വീടുകളും മറ്റും ഇവിടെ കാണാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗ്രാമീണ ജീവിതങ്ങൾ അറിയാൻ സർക്കാർ ഇവിടെ സംരക്ഷിക്കുകയും പുനർനിർമ്മിച്ച് അതേ രീതിയിലുള്ള കെട്ടിടങ്ങളും നിർമ്മിച്ച് പഴയ ആ തനിമ പുനർസൃഷ്ടിക്കുകയും ചെയ്യുന്നു. 1800കളിൽ തുടങ്ങി ഹത്ത ഗ്രാമത്തിലെ പരമ്പരാഗത വെള്ളം സപ്ലൈ ചെയ്യുന്ന ഒരു രീതിയാണ്. ഇതിനെ ഫലജ് എന്നാണ് അറബിയിൽ പറയുന്നത്. ഇതിന്റെ അകത്ത് 14 മീറ്റർ ഭൂമിക്കടിയിൽ നിന്ന് താഴോട്ട് ഒഴുകുന്ന വെള്ളവും ഭൂഗർഭ ടണലും. ഇവിടെ നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമേ അകത്ത് പ്രവേശനമുള്ളൂ. ഈ കാണുന്നത് ഹത്ത ഡാമിൽ നിന്ന് ഏകദേശം 30 മിനിറ്റ് യാത്ര ചെയ്താൽ മനോഹരമായ ഒരു ഡാമാണ് ഖത്തീം ഡാം. മലഞ്ചെരുവുകൾക്ക് ഇടയിൽ നിർമ്മിച്ച ഈ ഡാമിന്റെ പ്രത്യേകത എന്തെന്നാൽ നീല നിറത്തിലുള്ള മനോഹരമായ വെള്ളമാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ഫോട്ടോ ഫ്രെയിമിനും വിശ്രമത്തിനും അനുയോജ്യമായ ഒരു സ്ഥലം എന്ന് തന്നെ പറയാം. ഹത്തയിലെ ഈ സ്ഥലം കൂടി കഴിഞ്ഞാൽ ഹത്ത വാദി ഹബ്, ഇതും അതിമനോഹരമായ ഒരു സ്ഥലം കൂടിയാണ്. കായിക വിനോദങ്ങൾക്കും ഗെയിമുകൾക്കും മനോഹരമായ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് തന്നെ ഇതിനെ പറയാം. പാരാഗ്ലൈഡിംഗ്, ഹോഴ്സ് റൈഡിംഗ്, ഇതുപോലെ ഒട്ടനവധി വിനോദങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൽക്കാലം ഈ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ വീണ്ടും കാണാം.